പരാജയത്തിൽ അടിപതരാതെ മുന്നോട്ടു പോകാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. 23-ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി യോഗത്തിൽ നേതൃത്വം തീരുമാനിക്കും. LDF ഘടകകക്ഷിയായി മാറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് അടിത്തറ വിപുലീകരിക്കുന്നത്. എത്രയും വേഗം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കും. പരമാവധി അംഗങ്ങളെ ചേർത്തുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കാനാണ് പദ്ധതി. പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കും. തെരഞ്ഞെടുപ്പ് തോൽവി മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമാകില്ലെന്ന് പാർട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കോട്ടയത്ത് ചേരുന്ന അവലോകന യോഗത്തിൽ ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. ഭാവിക്ക് ഒരു കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ അതൊക്കെ എടുത്ത് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകും. നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നത അധികാര സമിതി യോഗം ചേരുന്നുണ്ട് കോട്ടയത്ത്. അതിനുശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. ശക്തമായ UDF കേന്ദ്രങ്ങളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റത്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമായി തിരിച്ചുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ മത്സരിക്കുന്നതെല്ലാം വളരെ കടുത്ത UDF മേഖലകളിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 47ഓളം സീറ്റുകൾ UDF ജയിച്ചില്ലേ ഈ LDF തരംഗം ഉണ്ടായിട്ടും. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ മത്സരിച്ച 4 സീറ്റുകൾ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും UDF വിജയിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ നിന്ന് നല്ലവർ വന്നാൽ സ്വീകരിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.